അഭിമന്യു വധക്കേസിൽ പ്രതികൾക്കെതിരെ ഒരു വകുപ്പ് കൂടി ചുമത്തും. IPC 323 ചുമത്താൻ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയത്. കേസ് ഈ മാസം 28-ന് വീണ്ടും പരിഗണിക്കും. SS സരൺ വിവരങ്ങളുമായി ചേരുകയാണ്. സരൺ, ഇത്രയും വർഷത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം? കോടതിയിൽ ഇപ്പോൾ അപേക്ഷ നൽകിയിരിക്കുകയാണ്. അഭിമന്യു വധക്കേസിൽ പ്രതികൾക്കെതിരെ IPC 323 കൂടി ചുമത്താനാണ് പ്രോസിക്യൂഷൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ മാസം 28-നാണ് കേസ് വീണ്ടും പരിഗണിക്കുക. ശരൺ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം? അഭിമന്യു വധക്കേസിൽ ഇന്ന് വിചാരണ തീയതി നിശ്ചയിക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇതിനിടയിലാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട നീക്കം പ്രോസിക്യൂഷൻ നടത്തിയിരിക്കുന്നത്. അതായത് ഒരു വകുപ്പ് കൂടി ആഡ് ചെയ്യാനുള്ള അപേക്ഷയാണ് അവർ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. IPC 323 ബോധപൂർവമായി പരിക്കേൽപ്പിക്കലിന്റെ വകുപ്പാണ്. അതിന് കാരണം ഈ വിചാരണ വേളയിൽ ഈ മർദ്ദിച്ച പ്രതികളുണ്ട്, അവർ രക്ഷപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി അങ്ങനെ ഒരു തിരിച്ചടി നേരിടാതിരിക്കാനുള്ള ഒരു കരുതൽ എന്ന നിലയിലാണ് ഇപ്പോൾ ഒരു വകുപ്പ് കൂടി ആഡ് ചെയ്യാനുള്ള പെറ്റീഷൻ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് ഈ മാസം 28-ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കുകയും ചെയ്യും. അതിനുശേഷം പ്രതിഭാഗത്തോട് എന്താണ് അവരുടെ മറുപടി എന്നുള്ളത് തേടുകയും ചെയ്യും. നേരത്തെ 8 വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരുന്നത്. അതായത് കൊലപാതക ശ്രമം, അന്യായമായി സംഘം ചേരൽ അടക്കമുള്ള 8 വകുപ്പുകളാണ് ചുമത്തി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു വകുപ്പ് കൂടി ചുമത്താനുള്ള അപേക്ഷ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ വിചാരണ വേളയിലേക്ക് കൂടി ഇത് കടക്കുകയാണ്. നമുക്കറിയാം 8 വർഷമായിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസമാണ് കുറ്റപത്രമടക്കം പ്രതികളെ വായിച്ചു കേൾപ്പിക്കുകയും പ്രതികളെ നിഷേധിക്കുകയും ഒക്കെ ചെയ്തത്. അതുകൊണ്ട് വിചാരണ നടപടികൾ തുടങ്ങാനിരിക്കെ ഇങ്ങനെ ഒരു കുറ്റം കൂടി ചേർക്കണം എന്ന ഒരു ആവശ്യം വീണ്ടും അതിന് കാലതാമസം ഉണ്ടാക്കുമോ? മാധു, തീർച്ചയായിട്ടും അത് കാലതാമസം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രോസിക്യൂഷനുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇനി ഈ മാസം 28-ന് ഈ അപേക്ഷ കോടതി പരിഗണിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രതിഭാഗം എതിർപ്പ് അറിയിക്കുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ കോടതിയിൽ, അതായത് വാദപ്രതിവാദമൊക്കെ തന്നെ നടക്കും. അതിനുശേഷമായിരിക്കും വിചാരണ തീയതി നിശ്ചയിക്കുകയും ചെയ്യുക. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ ഇത് ഇനിയും നീണ്ടു പോകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൂചിപ്പിച്ചു വന്നതുപോലെ തന്നെ 2018 ജൂലൈ 2-ന് കൊലപാതകം നടക്കുന്നു. അന്ന് ആ കൊലപാതകം നടന്ന് ഇപ്പോൾ 8 വർഷം പിന്നിട്ടിരിക്കുകയാണ്. പലപ്പോഴായി വിവാദത്തിലായ കേസ് കൂടിയാണ്. തുടക്കത്തിൽ ഇതിലെ മുഖ്യ പ്രതിയായ ഈ അഭിമന്യുവിനെ കുത്തിയ പ്രതി സഹലിനെ പിടികൂടാത്തത് സംബന്ധിച്ച് വലിയ വിവാദമുണ്ടായിരുന്നു. അതിന് പിന്നാലെ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ സുപ്രധാനമായ 11 രേഖകൾ നൽകിയത്. അഭിമന്യു വധക്കേസിൽ ഒരു വകുപ്പ് കൂടി ചേർക്കാനുള്ള അപേക്ഷ നൽകിയിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ അപേക്ഷ നൽകിയിരിക്കുന്നത്.